പ്രൊഫഷണലായിട്ട് വേറൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ അത് വളരെ കൃത്യമായ സമയത്ത് അവിടെ ഉണ്ടാകണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഫഷനിൽ നിന്ന് വരുമ്പോൾ സിനിമ നമ്മളെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അബോധവും കോൺഷ്യസ് അല്ലാതെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ഒരു പ്രോബ്ലമാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നു തോന്നുന്നു. അതായിരുന്നു ശരിക്കുള്ള പ്രശ്നം. അത് സത്യമാണ്. എനിക്ക് തീർച്ചയായിട്ടില്ല സിനിമയിലെ ഒരു പടത്തിന് ഞാൻ 5 വർഷം തരാൻ എനിക്ക് താല്പര്യമുണ്ട്, 5-6 വർഷം തരാൻ പ്രശ്നമില്ല. പക്ഷേ സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. സെക്കൻഡ്ലി എൻ്റെ സമയത്തിന് ഒരു വിലയുണ്ട്. ഒരു പടത്തിന് ഇതെന്ത് പറഞ്ഞാലും എൻ്റെ ജോലിയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കരിയറാണ്, അതൊക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ ഇത് മാത്രമില്ല. തേർഡ്ലി ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഐ തിങ്ക് ഇൻ സിനിമ, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽസ്, നിങ്ങൾ എന്ത് പൊസിഷൻ റീച്ച് ആയാലും കമ്മ്യൂണിക്കേറ്റ് ആരും ചെയ്യത്തില്ല. ശരി 2 മാസം ഷൂട്ടിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് പറ്റില്ല, ഇങ്ങനെ ഇവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. Can I ask you a specific question? You believe that women are being taken for granted? Women are always taken for granted in this country. I'm sure you go back home and then treat your whatever, if you are married, your mother, or even if you're not married, your mother or your girlfriend. I don't take my mother for granted. We all take our mothers for granted. I myself take my mother for granted. Okay, that's a deviation from the subject. No, that's what I'm saying. So I don't take my father for granted, right? I do take my father for granted, but there are a lot of things എൻ്റെ അമ്മ കുറേ വിഷയങ്ങൾ അവരുടെ ചെറുപ്പത്തിൽ ചെയ്യാമായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കേഴ്സ് ഇൻ ദ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റി ഫങ്ഷൻസ് ലൈക്ക് ദാറ്റ്, സോ ഐ കാൻറ്റ് ഹെൽപ്പ് ഇറ്റ്. ഇതിന് നേച്ചർ അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. I now physically going to the US, traveling to the Europe, spending time there, shooting there, working how women work there, and I see that they also have families, but there is respect for what you do and what you are, other than what you are as a family person. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു സിനിമ നടി പ്രൊഫഷണലായിട്ട് എടുക്കുമ്പോൾ there is no value for the fact that I could have another aspect of my life. എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇൻട്രസ്റ്റ്, ഐ വോണ്ട് ടു ലേൺ സ്പാനിഷ്, or I want to learn something else, or I want to do something. അതിന് ഒരു വിലയില്ല. സിനിമ നടിയാണെങ്കിൽ നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെയല്ല ഒരു സ്ത്രീയുടെ ജീവിതം എന്തായാലും. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ fault of the industry. I think it's a fault of the way the society is. Indian society is. Especially the Indian societies. Where there are a lot of other societies where there's different kind of exploitation. നമ്മൾ അത് അറിയാത്തതെന്ന് പറയാൻ പറ്റില്ല, but definitely in Indian society it is such. പത്മപ്രിയയുടെ 2 മറ്റ് പ്രധാനപ്പെട്ട പ്രൊഫഷൻസ്, ഒന്നിപ്പോൾ പറഞ്ഞു തിയേറ്ററിലുണ്ടായിരുന്നു പറഞ്ഞു. തിയേറ്ററിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നാടകങ്ങൾ തിയേറ്റർ. ഞാൻ നാടകം എൻ്റെ ഇൻട്രസ്റ്റ് ഒരു ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് മാത്രമായിരുന്നു, അത് ഞാൻ പ്രൊഫഷണലായിട്ട് എടുത്തില്ല, എടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടില്ല, അമച്ചർ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. Amateur theatre, I've done professional theatre itself. I see. But not as a professional. When you're saying you're a profession, in that you are spending considerable amount of time. ഏതുതരം നാടകങ്ങളാണ് ചെയ്തിരുന്നത്? Mostly English theatre. English theatre. അവിടെ ബാംഗ്ലൂരിൽ because ബാംഗ്ലൂരിലെ ഹിന്ദി അറിഞ്ഞ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് നല്ലോണം തിയേറ്ററിന് പറഞ്ഞാൽ ഭാഷ നന്നായി അറിയണം. സോ എനിക്ക് നന്നായി, ആൻഡ് ഐ വാസ് നോട്ട് ജസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ആക്ടിങ്, എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. So I used to be there in stagecraft and lighting and stuff. Those were my area of interest also. വെറും അഭിനയം മാത്രം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതൊക്കെ നാടകങ്ങളാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷ് നാടകങ്ങൾ ഏതൊക്കെയാണ്? See, there were lots from Brechtian plays to Molière. So there was a range of, typically there were some self-written plays. അത് അത്ര വലിയ ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ ഒന്നും ചെയ്തിട്ടില്ല. ഇബ്സൺ ചെയ്തിട്ടുണ്ട്, but no theatrical dramatics like I have done one. My first play was a Greek tragedy, Antony. Antigone was my first play. In that I played the character of Ismene. എനിക്ക് main role കിട്ടിയില്ല because they felt I was too pretty for Antigone. Antigone is supposed to be not a very pretty looking female. പക്ഷേ and the competition was that Ismene was very beautiful and perceived very differently as the princess. So I had a lot of issues. See, whenever somebody saw me in theatre, they wanted to cast me as an actress. എനിക്ക് താല്പര്യം ആക്ടിങ്ങിലും ഉണ്ടായിരുന്നില്ല, എനിക്ക് താല്പര്യം മറ്റേ ആക്ടിവിറ്റീസിലായിരുന്നു. Because for me the experience of being part of it was more important. Acting ne parne poyal pinne you have to be there for rehearsals and all that. But as a stage or an art person, direction or sound or lighting, if you go for some rehearsals it's enough. If you're there creating it you're an independent entity appo. So എനിക്ക് അതിലാണ് താല്പര്യം, but invariably has to become an actress. ഡാൻസ് ഒരു ഡാൻസർ എന്ന രീതിയിലുള്ള ഒരു ഇതിനും വളരെ ഭരതനാട്യമാണ് പഠിച്ചത്. ഭരതനാട്യം I have done Andhra folk and I've done contemporary. സ്റ്റേജ് പെർഫോമൻസ് ഒരുപാട് നടത്തുമായിരുന്നു ആ സമയത്ത്. 500 plus. I have now lost count. ഒരുപാട് നടത്തിയിരുന്നു. ഈ ആക്ട്രസ് ആയിട്ട് പേപ്പർ
ആദ്യമൊക്കെ നമ്മൾ ഒരു റെക്കോർഡ് ബുക്കിൽ ഇവിടെ ഡാൻസ് ചെയ്തു ഇങ്ങനെയൊക്കെ റെക്കോർഡ് 500 കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ അമ്മയെ എഴുതിയിട്ടാണ് ബിക്കോസ് ഷീ വാസ് ഇൻട്രസ്റ്റ് ഇൻ മീ ബിക്കമിങ് എ ഡാൻസർ. പക്ഷെ അതൊക്കെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, തീർച്ചയായിട്ടും ഉണ്ട്, ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ആയതുകൊണ്ട് കുറച്ച് നിർത്തിയതാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫൈൻഡ് ഭരതനാട്യം ടു ബി, ഞാൻ കോണ്ടംപററി ഡാൻസ് ചെയ്തു 1 വർഷം, പക്ഷെ എനിക്ക് അതിൽ രസഭാവാൻ തോന്നിയില്ല. മേ ബി ഐ എം റോങ് ആസ് എ ഡാൻസർ, മേ ബി ഐ ഹവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് കോണ്ടംപററി ആർട്ട് ലൈക്ക് ദ വേ ഇറ്റ് ഷുഡ്, ബട്ട് ഐ വർക്ക്ഡ് വിത്ത് വെരി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. ബോഡി ഈ നമ്മളെ ബാംഗ്ലൂരിൽ നൃത്യ എന്നൊരു ഗ്രൂപ്പുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ്, വെരി ഇൻട്രസ്റ്റിംഗ് സെറ്റ് ഓഫ് പീപ്പിൾ, യങ് ആർട്ടിസ്റ്റ്, വെരി ക്രിയേറ്റീവ്. ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ദർ വാസ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി ഡൈനാമിക്സ്, and that definitely helps you as a classical dancer, because classical dancer ആയിട്ട് നമ്മൾ ഒരു സ്ട്രിക്റ്റ് ബോഡി ഫോമാണ്, വേറെ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ ഇനി ബെനിഫിറ്റ് ആവും നമ്മൾ തോന്നില്ല, ആലോചിക്കില്ല. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ വെന്യൂ ഓഫ് തോട്ട് ഇറ്റ് ഗേവ് മീ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് സാത്വിക ഭാവ എന്ന് ഒരു പറയില്ല, ലൈക്ക് ദർ 5 bhavas of which satvika, the sattvam, is the most important aspect of classical dance, and it is, I think that I found was lacking. Maybe I'm wrong again, as I'm saying, maybe I don't have the kind of authority to speak on it, but personally as a dancer I didn't feel, or I didn't find sattvam in that art form. So I continued with Bharatanatyam, but my problem with Bharatanatyam was the politics of dancing. ഡാൻസിങ്ങിന് പറയുമ്പോൾ ഈ സ്പെഷ്യലി ഭരതനാട്യത്തിൻ്റെ ഗ്രൂപ്പിലെ ഈ ഗുരുക്കൾ, പിന്നെ ഈ ഗുരുക്കളുടെ പോളിറ്റിക്സും എനിക്ക് അത് തീരെ താല്പര്യമില്ല. ഐ സി ഡാൻസ് ഇസ് എ വെരി പ്യുവർ ഡാൻസ് ഫോം ടു മിക്സ് അപ്പ് വിത്ത് ദാറ്റ്. Ideologically, I have reached a stage when I started thinking about the existence of God and the authenticity of mythology. അപ്പോൾ ഞാനിപ്പോൾ പക്ഷെ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗത്തിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസം വേണം, മൈഥോളജിയിലെ ബിലീഫും പിന്നെ സ്ട്രോങ് റിലീജിയസ് bent of mind, I think, is required to deliver the satvika abhinaya which is required for dance.